കാലിൽ വീണിരുന്ന് ബാപ്പ ഒന്ന് കരഞ്ഞുട്ടെ. ബാപ്പാന്റെ മൊസറ് കാക്കാനല്ലേ പെരുത്ത് വലിയൊരു കള്ളം പറഞ്ഞത്? അല്ല ബാപ്പ, അത് കൊന്നു കഴിഞ്ഞിരിക്കാന് നമ്മള് പറഞ്ഞതൊക്കെ നേരെ കൊന്നിട്ട് ഓടിപ്പോയത്. കൊന്നതും ചത്തതൊന്നും ആരും അറിഞ്ഞിട്ടില്ലെന്ന് വന്നപ്പോ ഒന്നും അറിയാത്തവനെ പോലെ പിന്നെയും വന്നിരിക്കുക. ആരാ എന്നോട് ഇതൊക്കെ പറഞ്ഞത്? ഓര് കണ്ടു നിൽക്കായിരുന്നില്ലേ? ഓരല്ലേ ഇക്കാക്ക് മരിക്കണതിന് മുമ്പ് വെള്ളം എടുത്ത് കൊടുത്തത്. പിന്നെന്തേ ഓളന്നത് പറയാഞ്ഞേ? കൂടെ പിറപ്പല്ലേ, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെന്ന് കരുതി പറയാണ്ടിരുന്നത്. എന്റെ നസീബ് ഇതാണെങ്കിൽ ആയിക്കോട്ടെ. മരിച്ചു മരവിച്ചു പോയി ബാപ്പാന്റെ മനസ്സ്. പക്ഷെങ്കില് ഇക്കിഞ്ഞ് ഒരിടത്തും പോണ്ട. ഇവിടെ കഴിഞ്ഞോളാം. മൊയ്തൂട്ടി ഹാജിന്റെ പോരയില് ഒരു ശവമായിട്ടെങ്കിലും കഴിഞ്ഞോളാം. വിഷമിക്കണ്ട ബാപ്പ. നിങ്ങളേക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഒന്നല്ലെങ്കിലും എന്റെ ഇക്കാക്കാനെ കൊന്നവന്റെ കൂടെ പൊറുക്കാൻ വിട്ടില്ലല്ലോ. പൊയ്ത്ത് ചാവും. എന്റെ ഇക്കാക്കാനെ കൊന്നു പൊയ്ത്ത് ചാവും. അബ്ദു, എത്ര നേരം മോനെ ഈ ഇരിപ്പിരിക്കുക? ഇത്തിരി വെള്ളമെങ്കിലും. വിശപ്പും ദാഹമൊന്നുമില്ല, ഒരു പെരുപ്പ് മാത്രമേ ഉള്ളൂ. ഈ കൊന്നും തിരിയണില്ലേ താത്ത? പടക്ക പിറക്കി തീ പിടിച്ച പോലെ എന്റെ ഉള്ളു പൊട്ട്. എന്നാലും ഓള് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് റബ്ബേനെ നമ്മളെങ്ങനെ ആമിനാനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. പള്ളിപ്പറമ്പിലാ പോയവക്കത്തോ ആരും ഇല്ലാത്ത എവിടെയെങ്കിലും പോയിരുന്നിട്ട് നിൽക്കുന്ന അവർക്ക് കരയണം. എന്നെ കാണാൻ നിന്ന ഞമ്മള് എന്തിനാ അവനോട് കള്ളം പറഞ്ഞേ? ഭയന്നിത്തിരി മാറിക്കേ, ഞമ്മള് പൊക്കോട്ടെ. എന്തിനാ കള്ളം പറഞ്ഞ് നമുക്കറിയണം. വെറുക്കനേറ്റിങ്ങനെ ബുദ്ധിയില്ലാത്ത കുടുംബ കാട്ടില്ല നമുക്കറിയാം. വേറെന്താ ഞമ്മള് ചെയ്യണ്ടേ? ചാവാൻ നിക്കണ ആമിന, കൊല്ലാൻ നിക്കണ അബ്ദു. ആമിന എന്റെ കുട്ടി തന്നെയാ. പറഞ്ഞത് നിങ്ങളുടെ പെരുത്ത് മുന്തിയ തറവാട്ടിലാവും. പക്ഷെങ്കില് ഊട്ടിയത് ഒരുക്കിയതും വളർത്തിയത് ഈ പണിക്കാരത്തി പെണ്ണിന്റെ കൈകൊണ്ടാ. കണ്ണെ പൊന്നെന്ന് വളർത്തിയ എന്റെ കുട്ടികള് ചത്തു കിടക്കണത് കാണാൻ കഴിയൂല എനിക്ക്. അതുകൊണ്ടാ ഈ ദുനിയാവിൽ ആരും മാപ്പാക്കത്ത പെരുത്ത കൊടുമ ഞമ്മള് ചെയ്തത്. ഒരാളെ വെറുക്കണം, അല്ലാണ്ട് രണ്ടാളും ഉയരോടിരിക്കും. വേറെ വഴിയൊന്നും കണ്ടില്ല ഞമ്മള്. സഹിക്കണില്ല മുതലാളി. ഇരിപ്പ് കണ്ടിട്ട് ഓനെന്താ ഒന്ന് അറിയില്ല. ബാക്കിയെങ്കില് ഒരു ജീവൻ പോയാലും ഇന്നൊന്നെങ്കിലും ബാക്കിയുണ്ടാവുമല്ലോ. മുന്തിയ തറവാട്ടി പറഞ്ഞില്ലെങ്കിലും മുന്തിയ വർത്താനങ്ങൾ അറിയില്ലെങ്കിലും പെരുത്ത് വലിയൊരു കൽബുണ്ടെനക്ക്. തെറ്റ് ചെയ്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പടശോ എന്നെ കൂട്ടില്ല. ഞമ്മളെ കരച്ചിൽ പടച്ചോൻ കേട്ട്. എപ്പോ എവിടെ വെച്ച്? നേരെ അറിയണ വരെ വേറെ കാളയായിരുന്നു. ഒടുക്കം ഇന്നലെ ഉച്ചക്ക് മേൽബാനക്ക് വൈദ്യനെ കാണാനെന്നും പറഞ്ഞ് പണിക്കാർത്തികളെയും കൂട്ടി പോയതിന്റെ അക്കരെയുള്ള ആശുപത്രിയിൽ പോയിന്ന്. ആശുപത്രിയില്ല? നമ്മളോട് ചോദിക്കാണ്ട് ഈ പൊരേന്ന് പുറത്തു പോയാ ഈ അഹമ്മദി നമ്മൾ സഹിക്കൂല. വേണ്ട, നിങ്ങളൊന്നും സഹിക്കണ്ട. നിങ്ങളൊരു ബാപ്പയാൻ പോവെന്ന് പറഞ്ഞാ അത് നിങ്ങള് സഹിക്കൂ. എന്താ പറഞ്ഞേ?
പേര് നമ്മളെ കണ്ണീര് പഠിച്ചും കണ്ട്. ഉമ്മാനോട് ഇത് പറഞ്ഞ? ഇല്ല. പണിക്കാരത്തേണ് ഇത് അറിഞ്ഞ? ഇല്ല. നിങ്ങളോടല്ലേ ആദ്യം പറയണ്ട്. അത് നന്നായി. വേറെ ആരും ഇത് അറിയണ്ട. അനുസരണക്കേട് കാണിച്ച തല കൊയ്തളെ നമ്മള്. കഥയുള്ളവർ പറയും ഈ ദുനിയാവിലെ മനുഷ്യനെന്ന് പറയുന്നത് ഒരു കുപ്പി ഗ്ലാസ് പോലാണെന്ന്. അതിൽ കാപ്പിയും കുടിക്കാം, ചായയും കുടിക്കാം, ഇളനീരും കുടിക്കാം. പക്കെങ്കിലും ഒന്ന് വക്കുടഞ്ഞാൽ പിന്നെ അത് കുപ്പയിലെറിയാനേ പറ്റൂ. അതുപോലെ ഒരു ഉടഞ്ഞ ജീവിതമായിപ്പോയി ഉസ്മാനെ. നമ്മുടെ കൂടെ കൂടിയാല് എൻ്റെ ജീവിതവും ശരിയാവില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, നമ്മളോട് പോവാൻ മാത്രം പറയരുത്. നമ്മൾ എവിടേക്കാണ് പോണെന്ന് നമുക്കറിയില്ല. ഇത് വെച്ച കുറച്ച് പണ എന്റെ കയ്യില് ഇതേ ഉള്ള എനക്ക് തരാനായിട്ട്. ഇത് വെച്ചോ. നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മുടെ ഉയരല്ലാണ്ട് അത് നമ്മൾ ഇങ്ങക്ക് തരാം. എന്റെ മനസ്സ് പെരുത്ത് വലുതാ. നിങ്ങൾ പോരണ്ട. എന്തെങ്കിലും ഒരു മുഞ്ചെത്തി എന്നെ തേടി വരും. ഓക്ക് കൊടുക്കണം എന്റെ ഉയിര്. കഥയുള്ളവർ പറയും ഈ ദുനിയാവ് ഉരുണ്ടതാണെന്ന്. അപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. ജിപ്പോ ഒന്നും വേണ്ട. കണ്ണൂർ ജയിൽ ആണുക്കൊള്ളാന്ന് പറഞ്ഞു നിങ്ങളാണ് നമ്മുടെ ഉമ്മറിനെ തല്ലിക്കൊന്നവനെ ബെറുക്കനെ വിടാൻ പറയണത്. വരാനുള്ളത് ബൈ തങ്ങൂല. വന്ന് കഴിഞ്ഞ് ഇനി ബെറുക്കനെ കൊസര ഉണ്ടാക്കിയിട്ട് ആർക്കാ എന്താണൊരു ഗുണം? ഹംസക്കാനെ തൂക്കാൻ വിധി ഉണ്ടാന്ന് കേട്ടപ്പോഴും മടപ്പള്ളിയിൽ ഉശിരുള്ള ചെറു ബാല്യക്കാരെ തൂക്കാൻ പറ്റണ കാര്യം ഈ ദുനിയാവി പിരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ആളാ വല്ലിക്ക. എന്നിട്ടിപ്പോ മോനെ കൊന്നവനെ ബെറുക്കനെ വിടാൻ പറയണ. നിങ്ങൾക്ക് ആർക്കും ധൈര്യമില്ലേ വേണ്ട. പക്കെങ്കിലും നമ്മളെ മാമാന്ന് വിളിക്കാനെ കൊണ്ട് ഈ ദുനിയാവിൽ ഒരേ ഒരു ചെക്കനെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇല്ലാണ്ടാക്കിയ ഇബിലിസിന്റെ കോടലെടുത്ത് നമ്മൾ മാലയിടും. വേണ്ട. കൈത്തണ്ടയ്ക്ക് ബലം ഉണ്ടായിരുന്ന കാലത്ത് കുറെ കയ്യാങ്കളി കളിച്ചതായി ബന്ധിക്കാം നമ്മൾ അനുഭവിച്ചു. ഇവരെയൊക്കെ കൽബ് പടയ്ക്കണ നമുക്ക് കാണാൻ കഴിയാഞ്ഞിട്ടല്ല. പാപ്പാനേക്കാളും പെരുത്തിഷ്ടമായിരുന്നു ഓനെളയപ്പന്മാരെ. പക്കെങ്കില് മതി വല്ലിക്ക, ന്യായം പറഞ്ഞത്. നമ്മൾ പറയണ ബോധിക്കണില്ലെങ്കിൽ അലവക്കുട്ടിയോട് ചോദിക്കേ. കുഞ്ഞിക്കാട് ചോദിച്ചിട്ട് കാര്യമില്ല. വെള്ളക്കൊടിയും പിടിച്ചിടക്കുന്ന ആളല്ലേ. വേണ്ട, ആരും ഒന്നും ചെയ്യണ്ട. എല്ലാരും കൂടി പള്ളി പോയി കുത്തിയിരിക്കും. ഉമ്മറിനെ കൊന്നവൻ നെഞ്ചു പിരിച്ച് നാട്ടി നടക്ക. ഓ മുമ്പിൽ വന്നു നിന്ന കയ്യും കെട്ടി തലയും കുമ്പിട്ട് നിന്നോളി. ഹംസ ഓൻ പോണ്. പായും പെട്ടിയും കെട്ടി നാട്ടിൽ നിന്ന് പോണ്. എന്താ എല്ലാരും മീച്ചു നിൽക്കണേ? തോണി കയറിയ പിന്നെ കിട്ടിയെന്ന് വരൂല. കല്ലുമ്മലടിച്ച പൂക്കൊല പോലെ ചെതറണവന്റെ തല. അലവിക്കുട്ടി, പാപ്പ വേണ്ട. അബ്ദുവിനെ ഒന്നും ചെയ്യണ്ടെന്ന് എളാപ്പന്മാരോട് പറയും. തെറ്റ് ചെയ്തതിന് ഓർക്ക് പഠിച്ചോ കൊടുത്തോളും. നമ്മൾ എന്തിനാ തല്ലാനും കൊല്ലാനും പോണ? വയ്യ പോയി മോളെ. മടപ്പുള്ളിയിലെ കുട്ടികൾ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ട മുഴുവനാക്കാൻ മടങ്ങൂല.